Hello guys, welcome back to Kitchen's Vlog. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ വീട്ടില്? ആരും പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. അപ്പോ കുറവാണ്, ഇപ്പൊ പഞ്ഞാണല്ലോ. അപ്പൊ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നിട്ടുള്ള പരിപാടി ഇത് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇന്നും കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ബീഫ് കപ്പ, എല്ല് കപ്പ ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ആ ഐറ്റംസിന്റെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ഐറ്റംസ്, അതായത് മൂന്ന് ഐറ്റംസ് ഉണ്ട്. ആ 3 ഐറ്റംസിന്റെ ഇൻഗ്രീഡിയൻസ് അല്ല, ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ബിരിയാണിക്കുള്ള ഇത് ഇങ്ങനെ 1-2 ഉള്ളൂ. അപ്പൊ 2 ലെഗ് മാത്രം മതി, ബാക്കിയുള്ളത് ചില്ലി. ഓക്കെ, പിന്നെ ചിക്കൻ കറിക്കുള്ളത് അല്ലേ, എല്ലാം അങ്ങനെയുള്ള. ബാക്കിയെല്ലാം നമ്മള് മറ്റേ ചില്ലിക്കുള്ള. പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം 2 ആയില്ലേ, ഇന്ത്യ ഗേറ്റ് ബിരിയാണി, പൊളി സാധനം കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഇനി മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോ എന്നാ ആക്കുന്നോ? ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, കരിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഇൻഗ്രീഡിയന്റ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാ. ഇത്ര മതിയോ? ഇതെന്നാ മുളക് പൊടി, കണക്കും കാര്യമൊന്നും ഇല്ലല്ല, തട്ടിക്കോളല്ല. ഒരു 2 ടീസ്പൂൺ 3 ഉണ്ടാവല്ലേ, 2 ടീസ്പൂൺ. ഓക്കെ, ഇതെന്താ? കോൺഫ്ലവർ ക്രിസ്പിനെസ്സിന് അല്ലേ, നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ. മഞ്ഞപ്പൊടി. മംഗളമായിട്ട് എന്ത് തുടങ്ങുമ്പോഴും മഞ്ഞപ്പൊടി ആദ്യമായിട്ട് തുടങ്ങണം. ഞാൻ ഇതിനകത്ത് ബിരിയാണി മസാല ഇടും കേട്ടോ, അത് വേറെ തന്നെ ടേസ്റ്റ്. ബിരിയാണി മസാല ചിക്കൻ മസാല അത് പൊരിക്കാൻ എടുക്കുമ്പോഴല്ലേ. ഗരം മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ചിക്കൻ ഞങ്ങളിപ്പോൾ പൊടിക്കുള്ളൂ. അപ്പോൾ ഗരം മസാല, മല്ലിപ്പൊടി അല്ലേ, ഗരം മസാല, കുരുമുളക് പൊടി. ഓക്കെ, ഇനി തൈര്. നാരങ്ങ, വെളിച്ചെണ്ണ, നാരങ്ങ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ പോരെ. പിന്നെ ഉപ്പ് ഞാൻ തന്നെ ഇടണല്ലോ അല്ലേ. അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പാകമായിട്ടുള്ള ഉപ്പ് ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതി. ഇത് നമ്മൾ കുഴച്ച് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. പിന്നെ ഈ ഒരു നാരങ്ങ, ഒരു ചെറിയ കുഞ്ഞു നാരങ്ങ മുഴുവൻ ഒഴിച്ചു കേട്ടോ. ഇത് മുറിച്ചെടി. കുറച്ച് മുറിച്ചോ. ഏകദേശം ഈ പരുവത്തിലായി. നാരങ്ങ പിഴിഞ്ഞ് അതുകൂടെ കട്ടായി, ചെറിയ കുഞ്ഞു നാരങ്ങ. അപ്പം മാത്രം, അതുകൊണ്ട് മാത്രം 2 പീസ് പിഴിയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി മതി. അതെങ്ങനെയാണ് ക്വാണ്ടിറ്റി, ചിക്കൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് നോക്കിയാൽ മതി. നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ്. അപ്പോൾ അളവ് എങ്ങനെയാണോ കുഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുത്തേ. 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം ബാസ്മതി റൈസ് അല്ലേ. ഇതിപ്പോ ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ടൈമായി. അപ്പോൾ ഇനി പൊരിച്ചെടുക്കാം നമുക്ക്. ചിക്കൻ ഫ്രൈ ചെയ്യാം, ചില്ലിക്കുള്ളത് കേട്ടോ.
അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്, സെറ്റായി. 10 മിനിറ്റായി. പിന്നെ നമ്മൾ റൈസ് കഴുകി എടുത്തിട്ടുണ്ട്, വെള്ളം ചൂടാകുന്നുണ്ട്. എല്ലാം ടപ്പ് 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 എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്ത് തീർക്കാം. പടേ. ഓക്കെ, നമ്മൾ ചിക്കൻ വറക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇടും. ഉണ്ടാ കുനുകുന് നമ്മുടെ ചിക്കൻ ഇവിടെ ബസ്മതി റൈസ് ഇതാ വെന്തിട്ടുണ്ട്. നമ്മൾ വാർക്കുകയാണ്. പിന്നെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് നാരങ്ങാനീരും നെയ്യും കൂടി ഒഴിക്കും. പിന്നെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വരും കേട്ടോ. നെയ്യ് ഒഴിക്കാൻ പോവുക കേട്ടോ. ബിരിയാണിക്ക് വേണ്ടി മുന്തിരിങ്ങ ഇട്ടു. ഈ അണ്ടിപ്പരിപ്പ് അതുമായി ഇതിന് ബിരിയാണിക്ക് വേണ്ടി സവോള ബ്രൗണിഷ് ആക്കിയിട്ട് ഇടാറുണ്ട് കേട്ടോ. സവോള വറുക്കുക കേട്ടോ. ചെറിയ ബ്രൗണിഷ് ആവണം. ചെറുതല്ല, ബ്രൗണിഷ് കളർ. ഇത് ബിരിയാണിക്ക് മസാല കൂട്ടാൻ വേണ്ടി, ചിക്കന് മസാല കൂട്ടാൻ വേണ്ടി കേട്ടോ. സവോള, തക്കാളി, ഇച്ചിരി ക്യാപ്സിക്കം, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. വെളുത്തുള്ളി ഇഞ്ചി ബ്രൗണിഷ് ആയി കേട്ടോ. ഇനി ഞാനിത് വെള്ളം കൂട്ടി ആക്കി വെച്ചിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാണ്ട് മസാല വെള്ളം കൂട്ടി മസാല കുഴച്ചു. ഇങ്ങനെ ഇളക്കുക മസാല. സോസ് ഒഴിക്കുക കേട്ടോ. ചിക്കൻ 2 എണ്ണം നല്ലോണം ഇച്ചിരി മല്ലിയില ഇതിൻ്റെ മണ്ടയിൽ കൂടെ തൂവുക കേട്ടോ. ലാസ്റ്റ് മല്ലിയില തൂവിട്ട് കാര്യമുള്ളൂ. ഇനി തടച്ച് വെക്കും. ഇതിൻ്റെ പരിപാടി ആയിട്ട് ബിരിയാണിക്ക് കേട്ടോ. ഇത് നെയ്യ്, പിന്നെ ഇത് മസാലക്കൂട്ടാണ്. മസാലക്കൂട്ടിനകത്ത് നല്ലോണം ചൂടാക്കും. പൊടിയായിട്ടേ വീഴുന്നു. ഇങ്ങനെ അരി നമ്മൾ എങ്ങനെയാണ് കഴുകാൻ എടുക്കുമ്പോൾ എടുത്തത് അതേപോലെ വീഴുന്നു. ഒരു കട്ട പോലെ പോലും ആയിട്ടില്ല. അത്രയും നൈസായിട്ട് നല്ല നൈസായിട്ട് എല്ലാം വിട്ട് കിടക്കുന്നു. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മല്ലിയിലയും സവോള വപ്പവും എല്ലാം കൂടി ഇട്ട് കുടയും കുടയും കേട്ടോ. എല്ലായിടത്തും എത്താൻ വേണ്ടി പിന്നെ മസാല താഴെയിട്ട മസാല എല്ലായിടത്തും എത്തും. എന്നിട്ട് ചെറുത് അരച്ചു വെക്കുന്ന തന്നെ സിമ്മിലിടുന്നേ. ഉള്ളിലിടൂല, ഞാൻ ഇട്ടതെല്ലാം സിമ്മിലാണ്. ഈ കാണാൻ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. കറുവാപ്പട്ട എല്ലാം മേളിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളിനി ചിക്കൻ എടുത്ത് പൊത്തി വെക്കുന്ന പരിപാടിയാണ്.
നമ്മുടെ ചിക്കൻ 2 കാലിൻ്റെ പീസ് എടുത്തിട്ട് എൻ്റെ നടുക്കൊക്കെ ഇട്ടിട്ട് ഗ്രേവിയൊക്കെ ഇട്ട് നമ്മള് ദം ബിരിയാണി എല്ലാം ആക്കൂലല്ലേ ആ ഒരു പക്ഷെ ഇത് ദമ്മിടുന്നില്ല. നമ്മൾ ചിക്കൻ കാണാത്ത രീതിയിൽ ചിക്കൻ ഉള്ളിലാക്കുക. ഇനി ഓഫാക്കട്ടെ, ഓഫാക്കി ഇനി സ്റ്റൗവിൽ സിമ്മെല്ലാം ഓഫാക്കി ഇതിനകത്ത് ഇരുന്ന് ചേർന്ന് ആവി നല്ലോണം ഇതാവട്ടെ. ഇതിന് ചില്ലി ചിക്കന് വേണ്ടി കേട്ടോ. നേരത്തെ നമ്മൾ ചിക്കൻ വറുത്തായതില്ലേ ബിരിയാണിക്ക് വേണ്ടി അങ്ങനത്തെയൊക്കെ തന്നെ ആട്ടേക്കുന്നത്. സവോള ഇങ്ങനെയാട്ടോ കൊത്തി അരിയുന്ന സ്ക്വയർ ചെയ്യണം. സവോള ഇച്ചിരി വാടി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് വാടില്ല. സവോള ഇച്ചിരി മാട്ടം കൂടുതലാണ്, അതുകൊണ്ടാണ് സവോള ആദ്യം എടുത്ത് മാറ്റി ചെറുതായിട്ട് വാടി കേട്ടോ. അതിനകത്തേക്ക് ഇനി ക്യാപ്സിക്കം മല്ലിയില മിക്സ് കേട്ടോ. ചെറുതിപ്പോയി മല്ലിയില അരിഞ്ഞും കൂടെ. ക്യാപ്സിക്കം തക്കാളി ഇട്ട് ഇതും കൂടെ രണ്ടും കൂടെ മിക്സാക്കി ഇളക്കുക. ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചത് കൊണ്ട് ലാസ്റ്റ് ഇടുന്നു, പെട്ടെന്ന് വാടി കിട്ടൂലേ, അതുകൊണ്ട് ലാസ്റ്റ് ഇടുന്നു. അല്ലെങ്കിൽ അടി പിടിക്കും. മസാല എല്ലാം കൂടി ഇടുക കേട്ടോ. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല. ഇത് ഞാൻ പറയാം, നമ്മള് വീട്ടിലുണ്ടാക്കണ ഒരു ഇതല്ലേ, ഒരു രീതിയിൽ ഇത്ര ഉള്ളൂ. അല്ലാണ്ട് ടോക്സിക് ഒന്നും ആകാതെ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ആക്കുന്നത്. വേറെ ഒന്നും ഉണ്ടാക്കാതെ അധികം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ നോർമലായിട്ട്. ഇനി നമ്മുടെ മെയിൻ സാധനം വില്ലൻ ചിക്കൻ, അവനങ്ങോട്ട്. ഇനിയിപ്പോൾ ഒരു സാധനം കൂടി ബാക്കിയുണ്ട്, ചിക്കൻ കറി. അതായത് നമ്മുടെ മെയിൻ ഷെഫ് അമ്മൂസിന് മടുത്തു കക്ഷി. അപ്പം കക്ഷി എനിക്ക് ഇരുന്ന് ഇനി പറഞ്ഞു തരും, ഞാൻ ഇനി ചിക്കൻ കറി ഉണ്ടാക്കും. അപ്പോൾ സംഗതിയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ആക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പം ചിക്കൻ കറി ഞാനായിരിക്കും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ റെഡി ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ്റെ ഒരു ക്ലോസ് കുക്കിങ് കാണിച്ചത് വീട്ടിലുണ്ടാക്കിയത്. നമ്മൾ അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ക്ലോസ് ലുക്ക് നോക്കുക നമ്മൾ. അപ്പോൾ ഗൈസ്, ഞാൻ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണാമെന്ന് വിചാരിക്കണോ, കാണാമെന്ന് വിചാരിക്കണോ. അപ്പോൾ ദേ ഇവിടെ സാധനം സെറ്റായിട്ടുണ്ട്. കുഞ്ഞാ എണ്ണടി ആദ്യം കൊണ്ടേ കടുക് എടുത്തില്ലേ. അപ്പോൾ കുഞ്ഞൻ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവളും മടുത്തു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ രണ്ടാളും. അപ്പോൾ ഞാൻ കടുക് കുറച്ച് പൊട്ടിക്കാൻ പോവാം. ഇച്ചിരി കടുക് എടുത്തിട്ട് കടുക് കുഞ്ഞിനെ മാറ്റണേ, മുന്നിന് മാറ്റണേ, തലയിട്ട് പോകണം. അപ്പോൾ കടുക് പൊട്ടാൻ ഹെൽമെറ്റ് കൊടുത്തിട്ട് അവിടെ വരും. അപ്പോൾ കക്ഷീൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കക്ഷി ചെയ്യുന്നില്ലാന്നേ ഉള്ളൂ, അവള് അടുത്ത് തന്നെ ഉണ്ട്. അതാ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം കേട്ടോ കറിവേപ്പില. അതിലേക്ക് പച്ചമുളക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതാണ്, ഞാൻ പറഞ്ഞല്ലോ എല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചു. അപ്പോൾ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിൽ സാധനം ഉള്ളി ഒന്ന് വഴറ്റി വെക്കണം. മൺചട്ടിയിലായതുകൊണ്ടേ പെട്ടെന്ന് വഴണ്ടവും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേ ഇവിടെ കാണിക്കുക, ഒരു സാധനം കാണിക്കുക, കാണണ്ട അറിയില്ല. ഇതുണ്ടോ. അപ്പോൾ ചിക്കനിൽ മസാല പുരട്ടിയിട്ട്, ചിക്കൻ കറിക്കുള്ള മസാല പുരട്ടിയിട്ട് റെഡിയാക്കി സെറ്റാക്കിയാന്ന് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ലോണം മസാല ഉപ്പൊക്കെ ഇട്ടിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കനിലേക്കുള്ള കറിക്കുള്ള അരപ്പ്. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി,
പിന്നെ നേരത്തെ നമ്മൾ പൊരിക്കാൻ എടുക്കുമ്പോൾ എടുത്ത അതേ പേസ്റ്റിൻ്റെ ഇതന്നെ മിശ്രിതം. നമ്മളേ തക്കാളി ചേർക്കാൻ പോവാണ്. അപ്പം തക്കാളി ഞാനേ അടിച്ചിട്ട് മറ്റേ നമ്മുടെ നേരത്തെ കാണിച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടുള്ള പേസ്റ്റ്, അപ്പോൾ പേസ്റ്റിൻ്റെ കൂടി ഇട്ട് അരച്ചു. മീൻസ് അതിൻ്റെ കൂടി ഇട്ടിട്ട് അരച്ചു. അപ്പോൾ പെട്ടെന്ന് അധികം ടൈം എടുക്കില്ല, ഒന്ന് അത് വഴറ്റി സെറ്റ് ആവേണ്ട ടൈമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഇത് ടേസ്റ്റൊക്കെ തന്നെയാണ്. ചിക്കൻ കറിയും ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ല. അപ്പോൾ കഴിഞ്ഞ വഴിയുള്ള അവളെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. ഞാൻ സഹായിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ മെയിനായിട്ട് കട്ടിങ് കാര്യങ്ങൾ മുറിക്കാനും തരയ്ക്കാനൊക്കെയാണ്. പൊന്നു തന്നെയാണ്, സോറി അമ്മ തന്നെയാണ് എല്ലാം. അക്ഷയെ പൊക്കി പറയുന്നൊന്നല്ല, അക്ഷയ എല്ലാം വെക്കാം. ഇതിനിച്ച് മൂടി വെക്കണേ. ഇത് നമ്മൾ തക്കാളി എല്ലാം ഇട്ട് വാടാൻ വേണ്ടി സിമ്മിലിട്ടേക്കുന്നത്. അത് ഒന്ന് നല്ലോണം പിടിച്ച് തക്കാളി എല്ലാം നല്ലോണം ഇതാവാൻ വേണ്ടി കേട്ടോ മൂടി വെച്ചിരിക്കുന്നത്. കുറച്ച് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കോളാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. ഞാനത് മൺചട്ടിയിലാക്കുന്നത് കേട്ടോ. ടേസ്റ്റ് കൂടുതലായിരിക്കും മൺചട്ടിയിലാക്കി നാളെ രാവിലെ ആകുമ്പോഴേക്കും. വാടി കേട്ടോ. അതിനകത്തേക്ക് ഇനി മസാല കൂട്ടി വെച്ചത് ഞാൻ വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചാൽ കരിഞ്ഞ് പോയിരിക്കുകയാണ്. നമ്മളിടുമ്പോൾ മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല നല്ലോണം ഇളക്കി കൊടുക്കും. ഇനി നല്ലോണം ഇളക്കണം. ഇളക്കിയത് ഞാൻ കുറഞ്ഞെടുക്കുക കേട്ടോ. അത് ഈ നമ്മൾ തക്കാളിയും ഇതെല്ലാം അരച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അത് മൂടി വെക്കുക. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചില്ല. ബാക്കിയല്ലേ ഇറച്ചിയുടെ നീരിറങ്ങിയിട്ടാവുന്നത് കണ്ടോ. സൂം ചെയ്ത് കാണിച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില വിതറിയിട്ടുണ്ട്. ഇതിന് മൂടി വെച്ച് വെക്കുകയുള്ളൂ. നമ്മുടെ സാലഡിനുള്ള പരിപാടി വേണ്ട. തക്കാളി, സവോള, മുളക്, പിന്നെ കക്കിരിക്ക, തൈരുണ്ട്, അരിയുന്നു. ഇതാണ് പൊന്നൂസ് പൊന്നൂസ് ചിരിച്ചിട്ടുണ്ട്. എല്ലാരോടും ചിരിച്ചിട്ടുണ്ട് കേട്ടോ. ആയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഐറ്റംസും റെഡി സാലഡ്, ഹോം മെയ്ഡ് സാലഡ്. ഇനിയാണ് മെയിൻ കോഴ്സ്, വീരപ്പൻ കോഴ്സ്, നമ്മുടെ ബിരിയാണി. കണ്ട ഞാൻ പറഞ്ഞില്ല അത് എങ്ങനെയാ ഇങ്ങനെ തരിതരിയായിട്ട് വീണ അരി പോലെ തരിതരിയായിട്ട് വീണ അത്രയും കൃത്യമായിട്ട് കിട്ടും. ഇനി ചിക്കൻ ഉണ്ട് കേട്ടോ. ആ എടുത്തെടുത്ത് ഓക്കെ 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 ചിക്കൻ നിങ്ങള് എങ്ങനെയാ പറഞ്ഞോടി പറഞ്ഞോടി. ഇത് ഇറച്ചിക്കറിയുടെ തവി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളവിടെ. പീസ ഉണ്ടാ നല്ലോണം വെന്ത് നല്ല പാകമായിട്ടുണ്ട് പീസ്. ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് കിടുക്കാച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട, ആഹാ ചിക്കൻ ലെഗ് പീസ്. അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റിംഗ് ഇല്ല, എനിക്ക് കഴിപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യം നമ്മൾ കഴിപ്പ് തുടങ്ങി. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പറ്റിയ രീതിയിൽ നമ്മളെല്ലാം സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മെയിൻ ആയിട്ട് നിങ്ങളുടെ കമന്റ് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. എന്നാലും ഞങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മൾ എടുക്കുന്നത് മുഴുവൻ നൈറ്റ് ടൈമിലേക്കാണ് വരുന്നത്. ഈവനിങ് ആവത്തോടെ സെറ്റ് ആവുള്ളൂ. കുഞ്ഞാപ്പിയുടെ കാര്യം പറഞ്ഞാൽ കുഞ്ഞാപ്പി എപ്പോഴും കരച്ചിലും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പൊന്നൂസിനെ വിത്ത് കുക്കിങ്ങിലൊന്നും പറ്റൂല. അപ്പോൾ മെയിനായിട്ട് അവൾ നിൽക്കണം. അപ്പോൾ വേറെ പറയണ്ടടി. അപ്പോൾ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ഗൈസ്. ബൈ.